ബ്രിട്ടനിലേക്ക് പോകുക. ഒരു കാലത്ത് മലയാളികൾക്ക് അത് പഠിക്കാനോ ജോലി ചെയ്യാനോ ഉള്ള സ്ഥലം മാത്രമായിരുന്നില്ല, അതൊരു സ്വപ്നമായിരുന്നു. നഴ്സുമാർക്കും വിദ്യാർത്ഥികൾക്കും IT പ്രൊഫഷണലുകൾക്കും ബ്രിട്ടൻ എന്നത് സ്ഥിരതയിലേക്കുള്ള ഒരു വഴിയായിരുന്നു. പക്ഷേ ഇന്ന് ആ അവസ്ഥ മാറുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 74,000 ഇന്ത്യക്കാർ ബ്രിട്ടൻ വിട്ടു. അതേസമയം ബ്രിട്ടൻ കഴിഞ്ഞ 50 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുടിയേറ്റ പരിഷ്കാരങ്ങളുമായി മുന്നോട്ടു പോകുകയാണ്. 5 വർഷം കൊണ്ട് കിട്ടിയിരുന്ന സ്ഥിരതാമസം ഇനി 10 വർഷമാകാം. വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന അവസരങ്ങൾ കുറയാം. ബ്രിട്ടൻ എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത്? അതും മലയാളികളെ അതെങ്ങനെ ബാധിക്കും? 1. വൈ ബ്രിട്ടൻ ഈസ് ചേഞ്ചിങ്. 2023 ബ്രിട്ടനിലേക്കുള്ള നെറ്റ് മൈഗ്രേഷൻ, അതായത് ആളുകൾ വരുന്നതും പോകുന്നതും കഴിഞ്ഞ് ബാക്കിയുള്ള സംഖ്യ 9,06,000 ആയി ഉയർന്നു. 5 വർഷം മുൻപ് ഇത് 2 ലക്ഷത്തിൽ താഴെയായിരുന്നിരുന്നു. അത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി. വീടുകളുടെ ലഭ്യത കുറയുന്നു. NHS ഇതിനകം സമ്മർദ്ദത്തിലാണ്. പൊതുസേവനങ്ങൾക്ക് കൂടുതൽ ഭാരം വരുന്നു എന്ന വാദം ശക്തമായി. ഇതോടൊപ്പം റിഫോം UK പോലുള്ള പാർട്ടികൾ കുടിയേറ്റം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനപ്രീതി നേടിത്തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥയിൽ ലേബർ സർക്കാരിനും ഒരു സന്ദേശം നൽകേണ്ടി വന്നു. ബ്രിട്ടന് തൊഴിലാളികളെ വേണം, പക്ഷേ മുൻകാലത്തെ പോലെ വലിയ തോതിൽ കുടിയേറ്റം വേണ്ട. അതാണ് പുതിയ നയങ്ങളുടെ അടിസ്ഥാന ആശയം. ചാപ്റ്റർ 2 ദ ന്യൂ റൂൾസ്. ഏറ്റവും വലിയ മാറ്റം സ്ഥിരതാമസവുമായി ബന്ധപ്പെട്ടതാണ്. ഇതുവരെ സ്കിൽഡ് വർക്കർ വിസയിലെത്തിയ ഒരാൾക്ക് 5 വർഷത്തിന് ശേഷം ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അഥവാ ILRന് അപേക്ഷിക്കാമായിരുന്നു. ഇനി ആ കാലാവധി 10 വർഷമാകാം. സർക്കാർ ഏൺഡ് സെറ്റിൽമെന്റ് എന്ന ആശയവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് കൂടുതൽ സംഭാവന നൽകുന്നവർക്ക് വേഗത്തിൽ സ്ഥിരതാമസം ലഭിക്കാം. പക്ഷേ ആ മാനദണ്ഡങ്ങൾ ഇനിയും പൂർണ്ണമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇംഗ്ലീഷ് ഭാഷാ മാനദണ്ഡങ്ങളും ഉയരുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞ് ജോലി കണ്ടെത്താൻ ലഭിച്ചിരുന്ന ഗ്രാജുവേറ്റ് വിസ കാലാവധിയും 2 വർഷത്തിൽ നിന്ന് 18 മാസമാക്കാനാണ് പദ്ധതി. ബ്രിട്ടനിലെത്താനുള്ള വഴി ഇപ്പോഴും തുറന്നിരിക്കുന്നു. പക്ഷേ അവിടെ സ്ഥിരമായി ജീവിതം കെട്ടിപ്പടുക്കുന്നത് മുമ്പത്തേക്കാൾ ബുദ്ധിമുട്ടാകുന്നു. ചാപ്റ്റർ 3 വാട്ട് ഇറ്റ് മീൻസ് ഫോർ മലയാളീസ്. കേരളത്തിലെ നിരവധി കുടുംബങ്ങൾ ബ്രിട്ടനെ ഒരു ദീർഘകാല പദ്ധതിയായാണ് കണ്ടത്. നഴ്സിംഗ്, ഉയർന്ന വിദ്യാഭ്യാസം, IT മേഖല ഇവയിലൂടെ ബ്രിട്ടനിലെത്തി പിന്നീട് സ്ഥിരതാമസം നേടുക, അതാണ് പലരുടെയും കണക്കുകൂട്ടൽ. പക്ഷേ ഇപ്പോൾ ആ കണക്കുകൾ മാറുകയാണ്. ഉദാഹരണത്തിന് 5 വർഷത്തിന് ശേഷം സ്ഥിരതാമസം ലഭിക്കുമെന്ന് കരുതി വിദ്യാഭ്യാസ വായ്പയെടുത്ത് ബ്രിട്ടനിലേക്ക് പോയ ഒരു വിദ്യാർത്ഥിക്ക് ഇനി കൂടുതൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരാം. കുടുംബമായി കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ പ്രാധാന്യമാകും. ഗ്രാജുവേറ്റ് വിസ കുറയുന്നത് വിദ്യാർത്ഥികൾക്ക് ജോലി കണ്ടെത്താനുള്ള സമയവും കുറയ്ക്കും. അതേസമയം NHSലും ആരോഗ്യ മേഖലയിലും ഇപ്പോഴും ഇന്ത്യൻ തൊഴിലാളികൾക്ക് ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ബ്രിട്ടൻ വാതിൽ പൂട്ടുന്നില്ല. പക്ഷേ പ്രവേശനത്തിൻ്റെയും സ്ഥിരതാമസത്തിൻ്റെയും നിയമങ്ങൾ മാറ്റുകയാണ്. ഒരു കാലത്ത് ചോദ്യം ബ്രിട്ടനിലെത്താൻ എങ്ങനെ എന്നതായിരുന്നു. ഇന്ന് ചോദ്യം മറ്റൊന്നാണ്. ബ്രിട്ടനിലെത്തിയാൽ അവിടെ ഭാവി ഉറപ്പാക്കാൻ കഴിയുമോ? വിദേശത്തേക്ക് പോകാൻ ആലോചിക്കുന്നവർക്ക് ഇപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ടത് സ്വപ്നം കാണുക മാത്രമല്ല, ആ സ്വപ്നത്തിന്റെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക കൂടിയാണ്. UK പാത മറ്റ് രാജ്യങ്ങളും പിന്തുടരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റിൽ പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.